നമസ്കാരം. ഇന്ത്യ ആക്രമിക്കാൻ ഒരുങ്ങുന്നുവെന്നും ഇടപെടൽ വേണമെന്നും ഐക്യരാഷ്ട്രസഭയോട് അതായത് UN-നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ആക്രമണം സംബന്ധിച്ച വ്യക്തമായ വിവരം ലഭിച്ചെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പറഞ്ഞു കഴിഞ്ഞു. അന്വേഷണത്തിന് അന്താരാഷ്ട്ര കമ്മീഷനെ അംഗീകരിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനോടാണ് പാകിസ്ഥാൻ ഇടപെടൽ തേടിയിരിക്കുന്നത്. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടി ആരംഭിക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചതോടെ പാകിസ്ഥാൻ ആശങ്കയുടെ മുൾമുനയിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകാൻ ഇന്ത്യൻ സൈന്യത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞതിന് പിന്നാലെ പാകിസ്ഥാൻ ശരിക്കും ഭയത്തിന്റെ കീഴിലാണെന്നാണ് വിവരം. 1999 കാർഗിൽ യുദ്ധത്തിന് മുമ്പ് ക്യാബിനറ്റ് അനുമതി നൽകിയിരുന്നു. അന്ന് നിയന്ത്രണ രേഖ മറികടക്കരുതെന്ന നിർദ്ദേശമുണ്ടായിരുന്നു. ഇത്തവണ സൈനിക നടപടി ഉണ്ടായാൽ അത് എങ്ങനെയാകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഒരുപക്ഷെ സൈനിക നടപടി സ്വീകരിച്ചാൽ ഇന്ത്യൻ സേനയ്ക്ക് മുമ്പിൽ പാകിസ്ഥാന് എത്ര ദിവസം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം ഒരു ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട്. കാരണം കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയുടെ സൈനിക ബജറ്റ് 86.1 ബില്യൺ US$ വരും. എന്നാൽ പാകിസ്ഥാന്റേതാകട്ടെ വെറും 10.2 ബില്യൺ ഡോളർ മാത്രമാണ്. ഈ കണക്കുകൾ തന്നെ വ്യക്തമാക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് എത്രയുണ്ട് എന്ന്. ഈ സാഹചര്യത്തിൽ ഒരു പ്രധാന ചോദ്യം പ്രസക്തമാണ്. യുദ്ധ സാഹചര്യത്തിൽ പാകിസ്ഥാന് ഇന്ത്യക്കെതിരെ എത്ര കാലം നിലയുറപ്പിക്കാൻ കഴിയും? അതൊന്ന് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഗ്ലോബൽ ഫയർ പവർ വെബ്സൈറ്റ് പുറത്തുവിട്ട കണക്ക് പ്രകാരം ഇന്ത്യക്ക് ഏകദേശം 1.44 ദശലക്ഷം സൈനികരുണ്ടെന്നാണ് കണക്ക്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വമ്പൻ സൈന്യം. പാകിസ്ഥാൻ സൈന്യമാകട്ടെ ഇതിന്റെ പകുതി പോലുമില്ല. മാത്രമല്ല ഇന്ത്യക്ക് വലിയ ഒരു അർദ്ധ സൈനിക സേനയുമുണ്ട്. 2.5 ദശലക്ഷത്തിലധികം പേർ വരും. പാകിസ്ഥാനിലേത് ഏകദേശം 5 ലക്ഷം മാത്രമാണ്. 4500 ടാങ്കുകളും 538 യുദ്ധവിമാനങ്ങളും ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാണ്. കൂടാതെ അത്യാധുനിക ആയുധങ്ങളും മിസൈലുകളും ഇന്ത്യൻ സൈന്യത്തിന്റെ കരുത്ത് വർദ്ധിപ്പിക്കും. പാകിസ്ഥാനിലേത് വെറും 5 ലക്ഷം മാത്രം. ഇന്ത്യൻ സൈന്യത്തിന്റെ ശേഷി ഏതാണ്ട് ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഇങ്ങനെയാണ്: 1.44 ദശലക്ഷം വരുന്ന സജീവ സൈന്യം, 1.15 ദശലക്ഷം വരുന്ന റിസർവ് സൈന്യം, 25 ലക്ഷത്തിൽ കൂടുതലുള്ള അർദ്ധ സൈനിക വിഭാഗം, അർജുൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധ ടാങ്കുകൾ, പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകൾ, ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ, ഹോവിറ്റ്സറുകളും മറ്റ് ആധുനിക പീരങ്കികളും. എണ്ണത്തിൽ മാത്രമല്ല സാങ്കേതിക വിദ്യയിലും ഇന്ത്യൻ സൈന്യം ഒരുപിടി മുന്നിൽ തന്നെ. ചുരുക്കത്തിൽ 2 രാജ്യങ്ങൾക്കും ശക്തമായ സൈന്യങ്ങളുണ്ടെങ്കിലും ഇന്ത്യയുടെ സൈന്യം 3 വിഭാഗങ്ങളിലും അതായത് കരസേന, നാവികസേന, വ്യോമസേന വലുതും കൂടുതൽ വികസിതവും മികച്ച രീതിയിൽ സജ്ജവുമാണ്. അതുകൊണ്ട് തന്നെ ഒരു യുദ്ധമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ പൂർണ്ണ തോതിലുള്ള സൈനിക ശേഷിക്ക് മുമ്പിൽ പാകിസ്ഥാന് അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി നമുക്ക് വ്യോമസേനയുടെയും ഇന്ത്യയുടെ വ്യോമസേനയുടെയും നാവികസേനയുടെയും കരുത്ത് പരിശോധിക്കാം. ഇന്ത്യൻ വ്യോമസേനയുടെ കൈവശം ആകെ 2229 വിമാനങ്ങളാണുള്ളത്. ഇതിൽ 600 യുദ്ധവിമാനങ്ങൾ, 831 സപ്പോർട്ട് എയർക്രാഫ്റ്റുകൾ, 899 ഹെലികോപ്റ്ററുകൾ എന്നിങ്ങനെയാണ്. റഫേൽ, മിറാഷ് 2000, MiG-29, സുഖോയ് എന്നീ യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യക്കുള്ളത്. ബ്രഹ്മോസ്, രുദ്രം, അസ്ത്ര, നിർഭയ്, ആകാശ് എന്നീ മിസൈലുകളും ഇന്ത്യക്ക് സുരക്ഷ ഒരുക്കുന്നുണ്ട്. നാവികസേനാ ശേഷി 1,42,251 നാവികരാണ് ഇന്ത്യൻ നാവികസേനയ്ക്കുള്ളത്. 150 യുദ്ധക്കപ്പലുകളും ആണവ അന്തർവാഹിനികളും ഇന്ത്യക്ക് സ്വന്തം. INS വിക്രമാദിത്യ, INS വിക്രാന്ത് എന്നിങ്ങനെ 2 വിമാനവാഹിനി കപ്പലുകളും ഇന്ത്യക്ക് കരുത്തു പകരും. ഇനി പാക് സൈന്യത്തിന്റെ ശേഷിയൊന്ന് പരിശോധിക്കാം. 387 യുദ്ധവിമാനങ്ങൾ, 60 യാത്രാ വിമാനങ്ങൾ, 549 പരിശീലന വിമാനങ്ങൾ, 352 ഹെലികോപ്റ്ററുകൾ, 4 ഏരിയൽ ടാങ്കുകൾ. പാകിസ്ഥാന്റെ നാവികസേനയും സൈന്യവും ഏതാണ്ട് ഇങ്ങനെയാണ്: 3742 ടാങ്കുകൾ, 50523 കവചിത വാഹനങ്ങൾ, 752 സ്വയം ഓടുന്ന പീരങ്കി യൂണിറ്റുകൾ, 692 മൊബൈൽ റോക്കറ്റ് ലോഞ്ചറുകൾ, 114 നാവിക കപ്പലുകൾ, 8 അന്തർവാഹിനികൾ. ആര്
കരുത്ത് ഉള്ളത് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാണ്. നന്ദി.